ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ വോളിയം 3 ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയ്ക്ക് നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്, അതായത് 1K വ്യൂസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഒന്നും വേണ്ട, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ നല്ലപോലെ സഹായിക്കും. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് പിന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയിട്ടേക്കണേ. അപ്പൊ ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോയാലോ. ഇപ്പോൾ ടക്കുവാൻ ടക്കേസോയോട് പറയുന്നുണ്ട്, ഷിൻമെൻ ടക്കേസോ ഇന്ന് ഇവിടെ വെച്ച് മരിച്ചു. അതായിരിക്കും നമ്മൾ ഈ നാട്ടുകാരോടും പിന്നെ പ്രത്യേകിച്ച് മത്തഹാച്ചിയുടെ അമ്മയായ ഒസുഗിയോടും ഒക്കെ പറയാൻ പോകുന്നത്. നിന്നെ പിടിക്കാനായിട്ട് നടക്കുന്ന അതോറിറ്റീസിനോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം. പക്ഷെ ഒരിക്കലും നീ ജനിച്ചു വളർന്ന ഈ ഗ്രാമം അത് നീ മറക്കരുത്. ഈ മിയാമോട്ടോ വില്ലേജ് എന്നും നിന്റെ മനസ്സിലുണ്ടാകണം ടക്കേസോ. ഇന്നു മുതൽ നിന്റെ പേര് നീ ടക്കേസോ എന്നല്ല, നിന്റെ പേര് മിയാമോട്ടോ മുസാഷി എന്നാണ്. അങ്ങനെ തന്റെ 21ാമത്തെ വയസ്സിൽ ഷിൻമെൻ ടക്കേസോ മിയാമോട്ടോ മുസാഷിയായി പുനർജനിച്ചു. ഇപ്പോൾ ക്യോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അപ്പൊ ഇതാണ് ക്യോട്ടോ. ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഏതാ ഈ വൃത്തികെട്ട ചെറുക്കൻ? ആ തടി കൊണ്ടുണ്ടാക്കിയ വാള് ബെൽറ്റിൽ തൂക്കിയിട്ടോണ്ട് ഇവൻ ഇത് എന്തോ ചെയ്യാൻ പോവാ? കണ്ടിട്ട് പൊട്ടനാണെന്ന് തോന്നുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് പേര് കേട്ട സ്പോർട്സ്മെൻ ഉള്ള സ്ഥലമാണ് ഈ ക്യോട്ടോ. അവരുടെ പേരൊക്കെ ഞങ്ങളുടെ മിയാമോട്ടോ വില്ലേജിൽ വരെ പ്രശസ്തമാണ്. ക്യോഹാച്ചി സ്റ്റൈൽ ഓഫ് സ്പോർട്സ്മാൻഷിപ്പ് പഠിപ്പിക്കുന്ന യോഷിയോക്ക സ്കൂളിലെ യോഷിയോക്ക സെയ്ജുറോ. അപ്പോൾ ഈ യോഷിയോക്ക സെയ്ജുറോ എന്ന് പറയുന്നത് ക്യോട്ടോയിലെ ഫേമസ് സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ അങ്ങേരോട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് മുസാഷി പോകുന്നത്. അപ്പോൾ അതിനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ അങ്ങോട്ടങ്ങ് പോയേക്കാവുന്ന അവൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു സാമുറായി കുറെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് മുസാഷിയുടെ മുന്നിലൂടെ വരുന്നുണ്ട്. അയാളാണെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഓടല്ലേ നിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുമായിട്ട് ഭയങ്കര കുഞ്ഞുകളി പരിപാടിയാണ്. ഇപ്പോൾ ഒരു പെണ്ണിനെ ആണെങ്കിൽ പിടിച്ചിട്ട് അവൻ അവിടെ നിന്നങ്ങ് ഇക്കിളി ഇടുകയാണ് അവളെ. ഇപ്പൊ ഇവന്റെ ഈ കോഴിത്തരം കണ്ടിട്ട് നമ്മുടെ മുസാഷി ഇവനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇവനാണെങ്കിൽ പരിപാടി നിർത്തുന്നുമില്ല, അടുത്ത പെണ്ണിനെ പോയി ഇക്കിളി ഇടുന്നു. ഇതിങ്ങനെ അങ്ങ് തുടരുകയാണ്. ഇവനും ഒരു സാമുറായിയാണോ? കണ്ടിട്ട് ക്യോട്ടോയിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് ഇവന്റെ അടുത്ത് ഓടി മാറി, അയ്യോ എന്നെ എക്കിളി ഇടല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ മുസാഷിയുടെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുസാഷിക്ക് ഇമാതിരി കുട്ടികളെയൊന്നും ഇഷ്ടമല്ലല്ലോ. പുള്ളി അവളെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് മുസാഷിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവനും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന്. ഇപ്പൊ ഇവനാണെങ്കിലും നമ്മുടെ മുസാഷിയെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇപ്പൊ ട്രെയിനിങ്ങിലായിരിക്കും അല്ലേ? യോഷിയോക്ക സ്കൂളിലേക്കാണോ? മുസാഷി ആണെങ്കിൽ ഒന്നും മിണ്ടാതിങ്ങനെ ഇവനെ നോക്കി നിൽക്കുകയാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകില്ല. അവിടെ ചെന്ന് ഇതേപോലെ വയലന്റ് ലുക്കിൽ നിന്ന് കഴിഞ്ഞാൽ അവന്മാര് നിന്നെ പൊടിച്ചു കളയും. നീ ചത്തുപോകും. ചാകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്റെ ജീവിതം പെട്ടെന്ന് അങ്ങ് എറിഞ്ഞു കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഇവനാണെങ്കിൽ നല്ല മിന്നൽ വേഗത്തിൽ വന്നിട്ട് ആ വാള് കൊണ്ട് മുസാഷിയുടെ കഴുത്തിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ ഈ സ്പീഡ് കണ്ടിട്ട് മുസാഷി തന്നെ ആകെ ഞെട്ടിപ്പോയി. കണ്ടില്ലേ, ഞാനിപ്പോ ആ വാളൊന്ന് അമർത്തിയിരുന്നെങ്കിൽ നീ മരിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് മുസാഷിയെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ നിന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് ഓടുന്നുണ്ട്, വാ പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിൽ ഒരു പെണ്ണ് മുസാഷിയോട് സോറി പറയുന്നുണ്ട്, പുള്ളി കള്ളിന്റെ പുറത്ത് ചെയ്തതാ, ഒന്നും തോന്നല്ലേ എന്നൊക്കെ. ഇപ്പൊ മുസാഷി ആണെങ്കിൽ ഇവൻ ആരടാന്നുള്ള രീതിയിൽ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവന്റെ ഹേർട്ടൊക്കെ ആണെങ്കിൽ വല്ലാതെ ഇടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പെണ്ണുങ്ങളാണെങ്കിൽ ഈ സാമുറായിയെ ഒരിടത്ത് കൊണ്ടിരുത്തിയിട്ട് അയാളെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വല്ലാണ്ട് അങ്ങ് ഓവറായി പോയി, ഇതത്ര തമാശയൊന്നും അല്ല, ഞാനങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ ഇവർ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റിംഗാ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ കള്ളും കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. നിങ്ങൾ ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്? വീണ്ടും ആ പെണ്ണിനെ കാണാനുള്ള പോക്കല്ലേ? അവക്കെന്താ ഇത്ര വലിയ പ്രത്യേകത? ഈയിടെയായിട്ട് ഇയാൾ എപ്പോഴും അവളോടൊപ്പമാണ് എന്നൊക്കെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇയാൾ ആരെ കാണാനാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ അക്കേമിയെയാണ് ഗൈസ്. ആ ഒക്കോയുടെ മകളായിട്ടുള്ള അക്കേമി ഇല്ലേ, അവളെ. ഇപ്പൊ മുസാഷി ആണെങ്കിൽ അവിടെ ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ എവിടുന്നാണെന്നാ പറഞ്ഞത്? സാക്കുഷുവിലുള്ള മിയാമോട്ടോ വില്ലേജിൽ നിന്ന്. അപ്പോൾ യോഷിയോക്ക സ്കൂളിൽ ചെന്നിട്ട് അവരെ ചലഞ്ച് ചെയ്യാനാണ് തന്റെ പ്ലാൻ അല്ലേ? താൻ കാണിക്കാൻ പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഏറ്റവും കഴിവുള്ള സ്പോർട്സ്മെൻ ഉള്ള ഒരു സ്കൂളാണ് ഈ യോഷിയോക്ക സ്കൂൾ. അവിടെ ചെന്ന് വെല്ലുവിളിച്ചിട്ടുള്ളവരൊന്നും ഗുരുതരമായ പരിക്കുകളോടുകൂടി അല്ലാതെ പുറത്തേക്ക് പോയിട്ടില്ല. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെന്താ, ഇപ്പൊ കുറെ കാലം കൂടിയാ ഇതുപോലെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു മണ്ടം വന്ന് ചാടുന്നത്. പിന്നെ തന്റെ കയ്യിലുള്ളതാണെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാളും. ഇതുകൊണ്ട് നീ അവരെ പോയി എങ്ങനെ വെല്ലുവിളിക്കുമെന്ന്? ആന മണ്ടത്തരമല്ലേ അത്? ഞാൻ നിനക്കൊരു ഉപദേശം തരാം, ഈ പരിപാടി വിട്ടേക്ക്. ഇപ്പോൾ നോക്കിയാൽ മുസാഷി യോഷിയോക്ക സ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ സൂര്യന് ചുവട്ടിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ പ്ലാൻ. ഞാൻ എൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത് വാൾപ്പയറ്റിന്റെ വഴിയിലൂടെ ആയിരിക്കും. എൻ്റെ പേര് ഷിൻമെൻ അല്ല, മിയാമോട്ടോ മുസാഷി. ഞാനിവിടെ യോഷിയോക്ക സെയ്ജുരോയെ വെല്ലുവിളിക്കാനായി വന്നതാണ്.
എന്തോ എങ്ങനെ? നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് വല്ല ബോധം ഉണ്ടോടാ ചെറ്റേ? ഇപ്പൊ മുസാഷി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇവന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു ശിഷ്യൻ ഈ യോഷിയോക്ക സ്കൂളിലെ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ഈ മുസാഷി ഒന്ന് വെല്ലുവിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇയാൾ ചോദിക്കുന്നു, മിയാമോട്ടോ മുസാഷിയോ? അങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതാന്നേ, അവന്റെ കോലമൊക്കെ ഒന്ന് കാണണം. ആ മുടിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുക. ഇട്ടിരിക്കുന്ന തുണിയും മോശം, അഴുക്കെല്ലാം പറ്റി പിടിച്ചിട്ട് ഇപ്പൊ അതിന്റെ ഒറിജിനൽ കളർ ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. കയ്യിലുള്ളതാണെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാളും. കെട്ടുപൊട്ടിച്ച ഒരു പശു ചാടിക്കേറി വരുന്ന പോലെ ഈ സ്കൂളിലേക്ക് കയറി വന്നിരിക്കുക. സ്വയം സ്പോർട്സ്മാൻ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഏതോ നാട്ടുംപുറത്തുകാരൻ മണ്ടന. അവനെ അങ്ങ് ഓടിച്ചു വിട്ടേക്ക്. പക്ഷെ നിന്നെ അതിനു മുമ്പ് ഈ പൊട്ടൻ എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കിക്കേ. ഞാൻ ഇവിടുത്തെ യോഷിയോക്ക സെയ്ജുറോയെ ഒരു ഫൈറ്റിനായിട്ട് വെല്ലുവിളിക്കുന്നു. എന്തോന്ന്? ഇവന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മാസ്റ്റർ സെയ്ജുറോ എവിടെ പോയിരിക്കുക? പുള്ളി വേശ്യാലയത്തിലേക്ക് പോയിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഇങ്ങനെയുള്ളൊരു മാസ്റ്റർ കാരണം നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കപ്പൽ കയറുമെന്നാ തോന്നുന്നത്. എന്റെ പേര് ഉവേദ റിയോഹേയ്. എന്റെ പേര് മിയാമോട്ടോ മുസാഷി. ഞാൻ സാക്കുഷുവിൽ നിന്നുള്ള ഒരു റോണിനാണ്. മാസ്റ്റർ സെയ്ജുറോയെ കാണുന്നതിന് മുമ്പ് നീ ആദ്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഞങ്ങളെ നേരിടണം. മാസ്റ്ററെ വെല്ലുവിളിക്കണമെങ്കിൽ നീ ആദ്യം അതിന് യോഗ്യനാണെന്ന് ഇവിടെ തെളിയിക്കണം. യോഗ്യതയില്ലാത്തവന്മാർക്കായിട്ട് കളയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ സമയമില്ല. ഇപ്പോൾ മുസാഷി ആണെങ്കിൽ യുവമാരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. റിയോഹൈ വീണ്ടും പറയുന്നുണ്ട്, നീ കരുത്തനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ഞാൻ തന്നെ നിന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ മിയാമോട്ടോ മുസാഷി, നീ മരിച്ചു കഴിഞ്ഞാൽ വന്ന് നിന്റെ ശവശരീരം കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അവിടെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ മുസാഷിയെ പുച്ഛത്തോടെ നോക്കി നിൽക്കുകയാണ്. നിക്ക്, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താ? നിന്നെയൊക്കെ തോപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് യോഷിയോക്ക സെയ്ജുറോയെ കാണാൻ കഴിയും അല്ലേ? ഇപ്പോൾ മുസാഷിയുടെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട്. മിയാമോട്ടോ മുസാഷി, നിനക്ക് എന്തൊരു കോൺഫിഡൻസ് ആടാ. ഇനി അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശവശരീരം എന്ത് വേണമെങ്കിലും ചെയ്യാം. വല്ല ആറ്റിലോ പുഴയിലോ എറിഞ്ഞു കളയാം. അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ റിയോഹേയ് ആണെങ്കിൽ ബാക്കിയുള്ള ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഹേയ്, നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഇവനോട് ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ ആ സാമുറായി ആണെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ചോണ്ട് അക്കേമിയുടെ മടിയിൽ കിടപ്പുണ്ട്. ഇപ്പൊ അവളുടെ കാലിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, അക്കേമി ഞാൻ കൈ അകത്തേക്ക് ഇട്ടോട്ടെ എന്ന്. അവളത് വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ പറയുന്നു, എപ്പോഴും ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ഒരിക്കലും അത്തരത്തിലൊന്നും ചെയ്യാറില്ല. ഇദ്ദേഹം അത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല. ഇപ്പൊ അയാൾ ഇവളോട് പറയുന്നുണ്ട്, അക്കേമി നമുക്ക് ഈ ക്യോട്ടോയിൽ നിന്ന് ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ? ഇപ്പൊ അവൾ ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പേര് കേട്ട യോഷിയോക്ക സെയ്ജുറോ അല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ? ഇപ്പൊ ഈ സെയ്ജുറോ എപ്പോഴും ഈ കാര്യം പറയാനാണ് അക്കേമിയ അടുത്തേക്ക് വരാറുള്ളതെന്ന് അവൾ ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരിക്കലും ഇദ്ദേഹം ഒരു മോശപ്പെട്ട ആളല്ല എന്ന് അവൾ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ ഒക്കോയെ കാണിക്കുന്നുണ്ട്. അവൾ പുറത്തിരിക്കുന്ന ഒരാളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അയാളുടെ പേര് ടോജി എന്നാണ്. അപ്പോൾ ഈ ടോജി സെയ്ജുറോയുടെ കൂടെ വന്ന ആളാണ്. ആ യോഷിയോക്ക സ്കൂളിലെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ഇയാളോട് ഇങ്ങനെ പുറത്തിരിക്കാതെ അകത്തേക്ക് വരാൻ ഒക്കോ പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അത്ര കംഫർട്ടബിൾ അല്ല എന്ന്. അപ്പോൾ ഒക്കോ ആണെങ്കിൽ എങ്ങനെയും ഇയാളെ വശീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും, അതുകൊണ്ട് അകത്തേക്ക് കയറി വാ ടോജി എന്നൊക്കെ അവൾ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒക്കോ അവിടെ ഇരുന്നിട്ട് ടോജിയെ അകത്തേക്ക് വിളിക്കുന്നത് ഈ അകത്ത് കിടന്നുകൊണ്ട് ഒരാൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഈ അമ്മായി അവന്റെ അടുത്ത് അവിടെ ഇരുന്ന് ഭയങ്കര കൊഞ്ചിക്കൊഴയിലാണല്ലോ. ജിയോൺ ടോജി, അവൻ മറ്റേ യോഷിയോക്ക സ്കൂളിലെ സീനിയർ ആയിട്ടുള്ള ഒരു ശിഷ്യനാ. അപ്പൊ അകത്ത് ഇവരുടെ ഒച്ച അനക്കമൊക്കെ കേട്ടിട്ട് കയ്യിലിരിക്കുന്ന ആ കള്ള് കളഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇവൻ കതവ് തുറന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഒക്കോ ആണെങ്കിൽ ടോജിയുടെ മേളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നുകൊണ്ട് അവന് കള്ളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് മത്തഹാച്ചിയാണെന്ന് നമുക്ക് കാണാം ഈ കതവ് തുറന്ന് കയറി ചെന്നത്. ഇപ്പൊ ടോജിയെ ഇവന് പേടിയായതുകൊണ്ട് അങ്ങേരെ ഒന്നും ചെയ്യുന്നില്ല. ഇവൻ നേരെ ചെന്നിട്ട് ഒക്കോയുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഒക്കോ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തായി ചെയ്യുന്നേ? ഞാൻ ജോലി എടുത്തോണ്ടിരിക്കുന്നത് നിനക്ക് കണ്ടൂടെ? അവളുടെ ഒരു ജോലി, ഈ കോപ്പിലെ ജോലി മര്യാദയ്ക്ക് നിർത്തിക്കോ. സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ മണ്ടനാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നടി? ഇപ്പൊ ഒക്കോ ആണെങ്കിലും മത്തഹാജിയെ പിടിച്ചൊരു ഒറ്റ തെള്ളുന്നുണ്ട്. തനിക്ക് എന്നോട് അസൂയാണോ? കഷ്ടം തന്നെടോ തന്റെ കാര്യം. നീ ഒരാണിനെ പോലെയാണോടാ പെരുമാറുന്നത്? സമയാസമയം ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്ന് വരുന്നതാ നിന്റെ വിചാരം? 24 മണിക്കൂറും ഇങ്ങനെ വെള്ളം അടിച്ചിരിക്കാനല്ലേ നിനക്കറിയൂ? നിന്റെ 17ാമത്തെ വയസ്സിൽ നിന്നെ ആ സെക്കുഗഹാര യുദ്ധം നടന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ കണ്ടെത്തുന്നത് തൊട്ട് ദേ ഇന്ന് വരെ ഞാനും അക്കേമിയും കൂടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശിനല്ലേടാ നീ ജീവിച്ചു പോകുന്നത്. ഞാൻ പണിക്ക് പൊക്കോളാമെന്ന് നിന്റെ അടുത്ത് പറഞ്ഞിരുന്നതല്ലേ? കൊട്ടാരം കൺസ്ട്രക്ഷന് കല്ല് ചുമക്കാൻ പോകാനും അല്ലെങ്കിൽ വേറെ എന്ത് പണിക്ക് പോകാനും ഞാൻ തയ്യാറായിരുന്നല്ലോ. പക്ഷെ നിനക്ക് ആർഭാടത്തിൽ ജീവിക്കണമെന്നായിരുന്നു താല്പര്യം. എപ്പോഴും ഭക്ഷണത്തിനെ കുറ്റം പറയുക, നിനക്ക് കുടിലിൽ താമസിക്കാൻ പറ്റില്ല. നീ സാക്കുഷു എന്ന് പറയുന്ന ആ പട്ടിക്കാട്ടിൽ നിന്ന് വന്നവനല്ലേ? ദിവസം മുഴുവൻ എല്ല് മുറിയെ കിടന്ന് പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസക്ക് ജീവിക്കാൻ നിനക്കൊക്കെ ആയിരിക്കും. നിനക്കങ്ങനെ ജീവിക്കണമെങ്കിൽ പോയി ജീവിച്ചോ. ആര് നിന്നെ തടയുന്നു? ഇവിടുന്നൊന്ന് ഒഴിഞ്ഞതാ. ഇപ്പൊ എന്റെ ജീവിതം ഇത്രയും വലിയൊരു ദുരന്തമായി പോയല്ലോ എന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് മത്തഹാജി അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. നാശം പിടിക്കാൻ
അന്ന് ഞാൻ മര്യാദയ്ക്ക് മിയാമോട്ടോ വില്ലേജിലേക്ക് തിരിച്ചു പോയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര നല്ലതായിട്ടിരുന്നേനെ എന്ന് മത്തഹാച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്സുവും മത്തഹാച്ചിയും കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ അടുത്ത് ഒസുകിയും ടക്കേസോയും ഒക്കെ നിൽക്കുന്നതും ഒക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടാവേണ്ടവനായിരുന്നു, എന്തോ പറയാന്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ, ഒരുപാട് ലേറ്റ് ആയി പോയി എന്ന് അവനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ മത്തഹാച്ചി ഇങ്ങനെ യോഷിയോക്ക സ്കൂളിനെ പാസ് ചെയ്യുകയാണ്. ഒരു യോഷിയോക്ക സ്കൂള്. ഇപ്പൊ ഇത് കാണുമ്പോൾ അവന് നേരെ ടോജിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അവിടെ ടോജിയും ഒക്കോയും തമ്മിൽ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ ആകെ കലി കയറി നിൽക്കുകയാണ്. നീ നിന്റെ ഭർത്താവിനെ വെറും ഒരു മൊണ്ണയാക്കും അല്ലേടി, ഈ സ്കൂള് ഞാനിന്ന് കത്തിക്കും. ഇപ്പൊ അകത്തു നിന്ന് നല്ല തല്ലും ബഹളമൊക്കെ ഇവൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് പേടിച്ച് മത്തഹാച്ചിയുടെ മുട്ടിടിച്ച് അവനവിടെ താഴെ വീണു. അകത്ത് ഇത് എന്ത് പണ്ടാരമാണ് ഈ നടക്കുന്നതെന്ന് ആലോചിച്ച് പേടിച്ച് മത്തഹാച്ചി ആ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഈ അടിയും ബഹളവും ഒക്കെ കൂടുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ അകത്ത് എന്തോ ഈ നടക്കുന്നതെന്നൊക്കെ ആലോചിച്ച് പൊട്ടൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ അകത്താണെങ്കിൽ നമ്മുടെ മുസാഷി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ യോഷിയോക്ക സ്കൂളിലെ കുറച്ച് ശിഷ്യന്മാരെയൊക്കെ അവനിങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇവന്റെ ചുറ്റും ആയുധവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ റിയോഹയാണെങ്കിൽ അവിടെ ഒരിടത്തിരുന്ന് ഇവരുടെ ഈ ഫൈറ്റ് ശ്രദ്ധിക്കുകയാണ്. മിയാമോട്ടോ, മുസാഷി. ഇപ്പോ ശിഷ്യന്മാരിൽ ചിലരൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് ചെതറി കിടക്കുകയാണ്. അവരെ എഴുന്നേൽപ്പിക്കാനൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്, പക്ഷെ ഒരുത്തനും ഒരു അനക്കവും ഇല്ല. മുസാഷി ആണെങ്കിൽ ആ തടി കൊണ്ടുള്ള വാളും കൊണ്ട് അവന്മാരുടെ നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഹേയ്, നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ആയി നിന്റെ ഈ ഷോ തുടങ്ങിയിട്ട്, ഇപ്പൊ കാണിച്ചു തരാടാ. ഇപ്പോൾ അവൻ വീശി ഒരു അടി അടിക്കുന്നുണ്ട്. മുസാഷിയുടെ ദേഹത്തൊന്നും കൊണ്ടിട്ടില്ല, പുള്ളി അവിടെ ഇങ്ങനെ പാറ പോലെ നിൽക്കുകയാണ്. ഇപ്പൊ ആ ചുറ്റും നിൽക്കുന്ന ബാക്കി ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ചിഹാര അവനെ അടിച്ച് റെഡിയാക്കാനൊക്കെ. എന്താടാ മിയാമോട്ടോ, നീ അങ്ങ് പേടിച്ചു പോയോ? ഇപ്പൊ ഈ ചിഹാര എന്ന് പറഞ്ഞവൻ വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീശുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഇതെന്ത് തരം ട്രെയിനിങ് ആണ്? ഇയാൾ ഈ ആയുധം വളരെ പതുക്കെയാണല്ലോ വീശുന്നത്. ഇയാൾ എന്നോട് സീരിയസ് ആയിട്ടല്ലേ ഫൈറ്റ് ചെയ്യേണ്ടത്? തടി കൊണ്ടുള്ള വാൾ ഉപയോഗിച്ചാണ് ഈ ഫൈറ്റ് ചെയ്യുന്നതെങ്കിലും അതുപയോഗിച്ച് ഒരാളെ കൊല്ലാനൊക്കെ കഴിയുമല്ലോ. ഈ നടക്കുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്നിട്ട് ഇയാൾ എന്താണ് ചുമ്മാ ഇങ്ങനെ ഡെമോ കാണിക്കുന്നത് പോലെ ഫൈറ്റ് ചെയ്യുന്നത്? ഇങ്ങേരി ഫൈറ്റ് ചെയ്യുന്ന സ്റ്റൈല് വെച്ചിട്ട് ഇയാളെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പൊ ഈ ചിഹാര എന്ന് പറയുന്നവൻ മുസാഷിയെ ഒരു നല്ല ഓപ്പണന്റ് ആയിട്ട് കണ്ട് ഫൈറ്റ് ചെയ്യാതെ ചുമ്മാ അവന്റെ നേരെ ഈ വാൾ ഇങ്ങനെ ഇട്ട് വീശി അവനെ വരട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുസാഷി ആണെങ്കിൽ ഒരൊറ്റ അടിക്ക് ചിഹാരെ തല്ലി താഴെ ഇട്ടിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ബാക്കി ശിഷ്യന്മാരൊക്കെ ഈ ചിഹാര വീണത് കണ്ടപ്പോഴത്തേക്ക് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവരാണെങ്കിൽ ചിഹാര എന്ന് വിളിച്ചിങ്ങനെ അലറുകയാണ്. അവൻ മരിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ റിയോഹയും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇപ്പോ വേറൊരു സാമുറായി മുന്നോട്ട് വരുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് ചിഹാര വളരെ കെയർലെസ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അവൻ നിങ്ങളെ, അതായത് മുസാഷിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അങ്ങനെ അഹങ്കാരത്തോടു കൂടി പെരുമാറിയത് കൊണ്ടാണ് അവൻ മരിച്ചത്. ഞങ്ങളോട് ക്ഷമിക്കൂ മിയാമോട്ടോ മുസാഷി. ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ സ്വന്തം ഹൃദയവും ആത്മാവും അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യിച്ച് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാമുറായിയുടെ കടമയാണ്. അതിപ്പോൾ സ്വന്തം ജീവൻ പോകുമെന്നുള്ളൊരു ഘട്ടത്തിലാണെങ്കിൽ പോലും അത്രയും റിസ്ക് എടുത്ത് അവൻ ഫൈറ്റ് ചെയ്തിരിക്കണം. അതെ, താൻ പറയുന്നത് വളരെ ശരിയാണ്. ഇപ്പോ ഇവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോ ഈ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നവന്റെ പേര് തക്കാഷിന എന്നാണ്. ഇപ്പൊ അവന്റെ പേര് അവിടെ നിൽക്കുന്ന ബാക്കി ശിഷ്യന്മാരിങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ മുസാഷി ആണെങ്കിൽ ഫുൾ സ്ട്രെങ്തിലാണ് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നും അവന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അവര് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഇപ്പൊ അവിടെയുള്ള ശിഷ്യന്മാർ പറയുന്നുണ്ട് തക്കാഷിനെ എന്തായാലും അവനെ തോൽപ്പിക്കും. എന്നാലും ഇത് ഈ ഒരു അവസ്ഥ വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്താ? ഇപ്പൊ അകത്തു നിന്ന് വലിയൊരു അലർച്ചയും കേൾക്കുന്നുണ്ട്. എല്ലാരും കൂടെ തക്കാഷിന എന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പൊ മത്തഹാച്ചി പുറത്ത് തന്നെ നിപ്പുണ്ട്. അവൻ പറയുന്നുണ്ട് ഒരു സംശയവും ഇല്ല, അകത്തെന്തോ വലിയ സംഭവം തന്നെയാണ് നടക്കുന്നത്. ആരോ യോഷിയോക്ക സ്കൂളിനെ ചലഞ്ച് ചെയ്യുകയാണ്. അകത്തു നിന്ന് കേട്ട ബഹളങ്ങൾ വെച്ച് നോക്കുമ്പോൾ വന്നവൻ മിനിമം ഒരു 5 പേരെങ്കിലും അടിച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. യോഷിയോക്ക സ്കൂള് ടോപ്പിൽ നിന്നിരുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ സ്കൂൾ അതിന്റെ ഫൗണ്ടറായിട്ടുള്ള യോഷിയോക്ക കെംബോയുടെ പ്രശസ്തി കാരണം മാത്രമാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. സ്കൂളിന്റെ ഇപ്പോഴത്തെ ഹെഡായിട്ടുള്ള യോഷിയോക്ക സെയ്ജുറോ ആണെങ്കിൽ ഫുൾ ടൈം ആ വേശ്യാലയത്തിൽ ഞങ്ങളുടെ അക്കേമിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന വെറും ഒരു ഭൂലോക തോൽവി മാത്രമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ശിഷ്യനായിട്ടുള്ള ജിയോൺ ഡോജി, അവനാണെങ്കിൽ ഒക്കോയെ കാണാനും വരും പണ്ടാരോടങ്ങാൻ. ഈ അകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ എന്തായാലും നല്ല കിടിലിനൊരു സാമുറായിയാണ്. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അനിയ. നീ ഈ യോഷിയോക്ക സ്കൂള് മുടിച്ചു കുളം തോണ്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. നോക്കിയാൽ നല്ല വമ്പൻ സൈസ് ഉള്ള ഒരു സാമുറായി. അയാളിപ്പോ മത്തഹാച്ചിയോട് ചോദിക്കുകയാണ്, ഡാ നീ എന്താ അവിടെ ചെയ്യുന്നത്? ഇപ്പൊ മത്തഹാച്ചി ആണെങ്കിൽ പെട്ടെന്ന് ഇത് ആരാണെന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങേരുടെ തോളിന്റെ അത്രയും പോലും മത്തഹാച്ചിക്ക് പൊക്കമില്ല. ഇവൻ പെട്ടെന്ന് ഇയാളെ കണ്ടിട്ട് ഓടിപ്പോവാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങേരാണെങ്കിലും മത്തഹാച്ചിയുടെ കാലിന് ചവിട്ടി പിടിച്ചിട്ട് അവനെ അവിടെ അങ്ങ് വീഴ്ത്തുന്നുണ്ട്. എന്തിനാടാ നീ ഓടാൻ നോക്കിയേ?
താൻ ആരാ? യോഷിയോക്ക ഡെൻഷിച്ചിറോ. യോഷിയോക്ക ഡെൻഷിച്ചിറോയോ? ഇത് സെയ്ജുറോയുടെ അനിയനാണല്ലോ. ഞാൻ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളുടെ മുന്നിൽ തന്നെ വന്നു പെട്ടു. എന്നെക്കാളും വലിയ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ? യോഷിയോക്ക സ്കൂളുമായിട്ട് നിനക്കെന്താടാ ഏർപ്പാട്? അത് പിന്നെ ആ സെയ്ജുറോയെ പോലെ പ്ലേ ബോയ് കളിച്ച് നടക്കുന്ന ഒരുത്തനല്ലിവൻ. നല്ല ഒന്നാം തരം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആണ്. പ്രായത്തിൽ ഇളയത് ഇവനായിരിക്കും, പക്ഷെ ആൾക്കാരെല്ലാം പറയുന്നത് ഈ യോഷിയോക്ക സ്കൂളിന്റെ ഹെഡ് ആവാൻ ചേട്ടനെക്കാട്ടിലും യോഗ്യത ഇവനാണെന്നാണ്. ഇപ്പൊ മതാജി ഇയാളോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇതുവഴി നടക്കുകയായിരുന്നു, അപ്പോ അകത്ത് ഡോജോയിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. എന്തെങ്കിലും എമർജൻസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് മാസ്റ്റർ സെയ്ജുറോയെ കണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചു നിന്നതാ. എന്റെ ചേട്ടനെയോ? അതെ, പുള്ളി ഇപ്പം ഞങ്ങളുടെ സ്ഥലത്താണുള്ളത്, അവിടുത്തെ ഗസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ യോമോഗി എന്ന് പറയുന്ന ഒരു സത്രം നടത്തുന്നുണ്ട്. എൻ്റെ പേര് മത്തഹാച്ചി. മാസ്റ്റർ സെയ്ജുറോ ഞങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. പുള്ളിയൊക്കെ ഉള്ളതാണ് നമുക്കൊരു പ്രോത്സാഹനം. അപ്പോൾ മത്തഹാച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മുന്നിൽ ഇങ്ങനെ താണു വണങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ദൈവമേ ഞാൻ ഇത്ര വലിയൊരു പേടിത്തൊണ്ടനായി പോയതെന്ന്. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തതുമല്ല, ഇങ്ങേര് മത്തഹാച്ചിയുടെ ചെകിള ഇടിച്ച് തിരിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള ഏവനെങ്കിലും പോയി ഇങ്ങേരെ പോലൊരു മാടൻ്റെ അടുത്ത് ഇയാളുടെ ചേട്ടൻ സ്ഥിരമായിട്ട് പോകുന്ന വേശ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരൻ ഞാനാണെന്ന് പോയി സ്വയം പറയൂ. ഇപ്പൊ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സ്വന്തം സുഖം മാത്രം നോക്കി കണ്ട വേശ്യാലയങ്ങൾ നിരങ്ങി നടക്കുന്ന അവനെ പോലെ ഒരുത്തന് ഈ സ്കൂളിന്റെ ഹെഡ് ആവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന്. ഇപ്പൊ അകത്തു നിന്ന് വീണ്ടും വലിയ ബഹളമൊക്കെ കേൾക്കുന്നു. ഇയാൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അകത്ത് ശിഷ്യന്മാരെ എല്ലാം മുസാഷി തീർത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്മാരെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാരിങ്ങനെ വിളിക്കുന്നുണ്ട്, എടാ നായേ, നിന്നെ ഇന്ന് ഞാൻ സ്ട്രോങ് ആണ്. ഇപ്പോൾ മുസാഷിയുടെ ഈ ഡിറ്റർമിനേഷൻ കണ്ടിട്ട് അവിടെ നിൽക്കുന്നവന്മാർക്കെല്ലാം നല്ലപോലെ പേടിയായിട്ടുണ്ട്. അവന്മാരാണെങ്കിൽ ഇപ്പൊ ഉവേഡാറിയോഹയെ ഇപ്പൊ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. പുള്ളിയാണല്ലോ സീനിയർ. ഇപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ട്. കളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ലാസ്റ്റ് വാനിൽ നോക്കിക്കഴിഞ്ഞാൽ മുസാഷി സ്വയം പറയുന്നുണ്ട്, യോഷിയോക്ക സ്കൂളിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും, എനിക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.